യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ജർമ്മൻ ക്ലബ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് ഫൈനലിൽ ഇന്ന് നടന്ന രണ്ടാം പാദ സെമി ഫൈനലിലും PSG-യെ പരാജയപ്പെടുത്തിയാണ് ഡോർട്ട്മുണ്ടിന്റെ ഫൈനൽ പ്രവേശനം. പാരീസിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത ഒറ്റ ഗോളിനാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് വിജയിച്ചത്. ആദ്യപാദത്തിലും ഡോർട്ട്മുണ്ട് ഒരു ഗോളിന് വിജയിച്ചിരുന്നു. ഇതോടെ 2-0 എന്ന അഗ്രിഗേറ്റ് സ്കോറിൽ ജർമ്മൻ ക്ലബ് ഫൈനൽ ഉറപ്പിച്ചു. ഇന്ന് വളരെ മികച്ച രീതിയിലാണ് ബൊറൂസിയ ഡോർട്ട്മുണ്ട് അവരുടെ ഗെയിം പ്ലാൻ തയ്യാറാക്കിയത്. PSG-യെ പന്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിച്ച് പ്രത്യാക്രമണത്തിലൂടെ PSG-ക്ക് ഭീഷണി ഉയർത്താൻ അവർക്കായി. ഹമൽസും സ്കോൾട്ടർബാക്കും അണിനിരന്ന ഡോർട്ട്മുണ്ട് പ്രതിരോധം അതിഗംഭീരമായി പണിയെടുത്തതോടെ PSG-യുടെ മുനയൊടിഞ്ഞു. മത്സരത്തിന് ആദ്യ പകുതിയിൽ ഗോളൊന്നും പിറന്നില്ല. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ ഒരു കോർണറിൽ നിന്ന് ബൊറൂസിയ ഡോർട്ട്മുണ്ട് ലീഡെടുത്തു. 50-ാം മിനിറ്റിൽ ജൂലിയൻ ബ്രാൻഡിറ്റ് എടുത്ത കോർണർ കിക്ക് മാറ്റ് ഹമൽസ് ഹെഡറിലൂടെ വലയിലെത്തിച്ചു. ഈ ഗോൾ ബൊറൂസിയയുടെ വിജയമുറപ്പിച്ചു. ഗോളിന് ശേഷം ബൊറൂസിയ കൂടുതൽ ഡിഫൻസീവായി. ഇതുകൂടാതെ ഭാഗ്യവും PSG-ക്ക് വന്നില്ല. PSG-യുടെ 3 ഷോട്ടുകളാണ് പോസ്റ്റിലും ബാറിലുമായി തട്ടി മടങ്ങിയത്. മത്സരത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നാൽ 70% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് PSG ആയിരുന്നു. 30ഓളം ഷോട്ടുകളാണ് PSG തൊടുത്തത്. 5 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 659 പാസുകൾ 89% കൃത്യതയോടെ PSG പൂർത്തിയാക്കി. 7 ഷോട്ടുകളാണ് ബൊറൂസിയ തൊടുത്തത്. 3 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 295 പാസുകൾ 77% കൃത്യതയോടെ ബൊറൂസിയ ഡോർട്ട്മുണ്ട് പൂർത്തിയാക്കി. ഫൈനലിൽ റയൽ മാഡ്രിഡ് ബയൺ സെമി വിജയികളെയാവും ബൊറൂസിയ ഡോർട്ട്മുണ്ട് നേരിടുക. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.